2-3 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കാം അമ്മൂമ്മേ. അവന്റെ വ്യസനിച്ചുള്ള കിടപ്പ്. എടാ നീ ഇങ്ങനെ മടി പിടിച്ചിരുന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? നിനക്ക് എന്താ പറ്റിയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുറച്ചൊരു മനുഷ്യനെ ഉണ്ടായിരിക്കാൻ സമയമില്ല. ഞാൻ നിസ്സഹായനാണ്. യേശുവേ എന്താണ് പ്രശ്നം? ഒരു മനുഷ്യന് എല്ലാ സമയവും ഒരേ സ്വഭാവം ഒരേ മാനസികാവസ്ഥയായിരിക്കില്ല. ഞാൻ നിന്റെ ചേച്ചിയാണെങ്കിലേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ കേട്ടേ പറ്റത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ രണ്ടുപേരുടെയും മൂഡ് ശരിയല്ല. എന്നെ അനുസരിക്കാതെ അവർ ഈ വീട്ടിൽ നിൽക്കുന്ന എനിക്കൊന്ന് കാണണമല്ലോ. എന്റെ ശിവനെ. മെർലിനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരുന്നെങ്കിലും മെർലിന്റെ ആ ഒരു ബാക്കി എപ്പിസോഡ് കാണാന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനത് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ കണ്ടതാണ് ആ ഒരു മെർലിൻ വീട്ടിൽ പോയതിനു ശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഇതിനു മുമ്പും നമ്മുടെ കേശു ഒന്ന് പനി അഭിനയിച്ച് മെർലിനെ കാണാനുള്ള ഒരു നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇനി അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ കേശുവിൻ്റെ അഭിനയമായിരിക്കാം, അല്ലെങ്കിൽ കേശുവിന് റിയൽ ആയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നതായിരിക്കാം. എന്താണെന്ന് അറിയില്ല. എപ്പിസോഡ് വന്നാലേ നമുക്ക് അറിയത്തുള്ളൂ. പ്രമോ എന്തായാലും നല്ല രസമുണ്ട്. ലച്ചുവച്ചിയൊക്കെ നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്. കേശു ലാസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. നമുക്ക് അറിയില്ല. ശിവയൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പ്രമോയിൽ നല്ലൊരു രസമായിട്ട് തന്നെ തോന്നി. ഗൗരിയമ്മായി അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ എല്ലാ എപ്പിസോഡുകളും ചെയ്യുന്നതാണ്, നമുക്കറിയാവുന്നതാണ്. എന്തായാലും ഇനി മെർലിനിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ എന്തായാലും ഉണ്ട്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്തായാലും വരും. അത് ഇനി എന്തായി മെർലിൻ വീട്ടിൽ